ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അന്നദാനത്തിന് പോവുകയാണ്. അന്നമാണല്ലോ ഉന്നം. അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി ഞങ്ങളത് അന്നദാനം വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഭയങ്കര ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ഞാനും കുഞ്ഞാറ്റി നന്ദനി ശിവയും പിന്നെ പ്രസന്ന ചേച്ചി ഞങ്ങളെല്ലാവരും കൂടെ പോയി അമ്പലത്തിൽ പോയി അന്നദാനമൊക്കെ വാങ്ങി സൂപ്പറായിട്ടൊക്കെ കഴിച്ചു. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ നന്ദനയൊക്കെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ നന്ദുവിൻ്റെയും നന്ദൂട്ടൻ്റെയൊക്കെ കലാവിരുതുകളാണ് കേട്ടോ ഈ കാണുന്നത്. അവരുണ്ടാക്കിയിരിക്കുന്ന ഫ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ്. എത്ര നാളുകൊണ്ടുള്ള കഷ്ടപ്പാട് ഓരോന്ന് സംഘടിപ്പിച്ച് ശേഖരിച്ച് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ എടുക്കല്ലേ മാമി, ഇത് മാത്രം എടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ആശ ഒളിച്ച് നിൽക്കുന്നത്. അറിയാണ്ട് ഞാനിങ്ങനെ അവനെയും കൂടെ ഒപ്പിയെടുക്കുന്നുണ്ട് നമ്മുടെ ക്യാമറയിൽ. എന്ത് ചെയ്യാൻ, നമ്മളിങ്ങനെ ആർട്ട് മാത്രം കാണിച്ചാൽ പോരല്ലോ, ആർട്ടിസ്റ്റിനെയും കൂടി കാണിക്കണ്ടേ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പോർഷൻസായിട്ട് എനിക്ക് കാണിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും നമ്മുടെ അവൻ്റെ അനിയനാണ് നന്ദൂട്ടൻ. അപ്പോൾ അവൻ്റെ കലാവിരുദ്ധം കാണിക്കുകയാണ്. ഇത് നമ്മുടെ ആരാണ്, 10 തലയുള്ള രാവണ മാമനും പുറകിൽ ബ്രഹ്മാവും 3 തലയൊക്കെ ആയിട്ട് ബ്രഹ്മാവും ഒക്കെ ഉണ്ട്. അങ്ങനെ അതുമൊക്കെ കാണിച്ച് പിന്നെ വീണ്ടും നന്ദു കൊണ്ടുവന്ന് അടുത്ത ഫ്ലോട്ട് കാണിക്കുകയാണ്. വീണ്ടും അടുത്ത ഫ്ലോട്ടൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് എല്ലാ ഫ്ലോട്ടിൻ്റെയും ഇരിക്കാനും എഴുന്നേൽപ്പിക്കാനും അങ്ങനെയൊക്കെ വേണ്ട ഓരോ സെറ്റപ്പും എല്ലാം ബാക്കിൽ ഞാൻ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളപ്പോൾ ആ സെറ്റപ്പൊക്കെ കാണിച്ചത്. പക്ഷേ എനിക്കൊന്നും മനസ്സിലായും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നെ വീണ്ടും ക്യാമറ കൊണ്ട് പോവേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വാങ്ങി മാറിപ്പോയതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഘോഷയാത്രയ്ക്ക് പോവുകയാണ്. അങ്ങനെ തെങ്ങോണം അമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് തെക്കതിൽ അമ്പലത്തിൽ പോയി നിൽക്കും. അങ്ങനെ പിന്നെ അവിടെ പോയി അമ്പലത്തിൽ ഘോഷയാത്ര തുടങ്ങിയപ്പോൾ അവിടെ കൈയൂട്ടി കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സമയം അതൊക്കെ കണ്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും ഇവരുടെ കൂടെ തന്നെ നേരെ ഇവിടേക്ക് പോയി, തെക്കതിൽ അമ്പലത്തിലേക്ക് പോയി. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങളും തുള്ളിയൊക്കെ പോയോണ്ട് പിന്നെ വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തൊക്കെ അങ്ങ് പോയി അതൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ശേഷം. ഓക്കെ ബൈ. വേറെ വീഡിയോ